നമുക്ക് മലപ്പുറത്തേക്ക് മടങ്ങിപ്പോകാം. ലീഗിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയായിരുന്നു. അരുൺ അമൃതനാഥ് അവിടെയുണ്ട്. നേരത്തെ അരുൺ പറഞ്ഞു വന്നത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. കാരണം ഇവിടെ രമേശ് ചെന്നിത്തലയെ ഒരുപക്ഷെ സംസാരിച്ചേക്കുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതിലേക്ക് പോയത്. അരുൺ പറയൂ, ലീഗ് കാത്തിരിക്കുകയല്ലേ ഈ പ്രഖ്യാപനത്തിന് വേണ്ടി? തീർച്ചയായും ആര്യ, നമ്മൾ പറഞ്ഞതുപോലെ ആ കാത്തിരിപ്പ് തുടരുക തന്നെയാണ്. അപ്പോൾ ഇന്ന് ആ കാത്തിരിപ്പിന് വിരാമമാകുമെന്ന ആകാംക്ഷയിൽ തന്നെയാണ് മറ്റെല്ലാവരെയും പോലെ തന്നെ ലീഗും ലീഗിൻ്റെ അണികളും പ്രവർത്തകരും ഒക്കെ തന്നെ ഉള്ളത്. നേരത്തെ തന്നെ ഇത്തരത്തിലൊരു അതൃപ്തി പരസ്യമായൊക്കെ ലീഗ് പറഞ്ഞതുമാണ്. എന്തായാലും ലീഗിൻ്റെ നിലപാട് ഏറ്റവും ചർച്ചയാകുന്ന ദിവസം കൂടിയാകും ഇന്ന് എന്നുള്ളതാണ്. ഒരുപക്ഷെ വി.ഡി. സതീശനാണ് പ്രഖ്യാപിക്കുന്നതെങ്കിൽ ലീഗ് ഇതുവരെ എടുത്ത തീരുമാനം അത് അടിയുറച്ചൊരു തീരുമാനമായിരുന്നു. അത് ഏറ്റവും ശ്രദ്ധേയമാകും. ഇനി കെ.സി. വേണുഗോപാലിനെ ആണെങ്കിൽ അത് എന്ത് നിലപാടാണ് ഇനി ലീഗ് സ്വീകരിക്കാൻ പോകുന്നത് എന്നായിരിക്കും ഉയരുന്ന ഒരു ചോദ്യം. അപ്പോൾ അത്തരം രാഷ്ട്രീയ ആകാംക്ഷ കൂടി അവിടെ ബാക്കിയാണ് എന്നുള്ളത് കൂടിയാണ്. എന്തായാലും വി.ഡി. സതീശൻ ആദ്യം തന്നെ പാണക്കാട് എത്തിയാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നുൾപ്പെടെയുള്ള അഭ്യൂഹങ്ങളും അത്തരത്തിലുള്ള പ്രതികരണങ്ങളും ഒക്കെ നമ്മൾ കണ്ടു. ഈ മുഖ്യമന്ത്രിയായി നിയോഗിക്കപ്പെട്ടാൽ ആദ്യം തന്നെ പാണക്കാട് വി.ഡി. സതീശൻ എത്തും എന്നുള്ള തരത്തിൽ അത്തരത്തിലുള്ളൊരു ഫേം സ്റ്റാൻഡാണ് ലീഗ് എടുത്തിട്ടുള്ളത് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. കാരണം പല കോണിൽ നിന്ന് ലീഗിനെതിരെ ആക്രമണം വരുന്നു. ഏറ്റവും ഒടുവിൽ NSS ഉൾപ്പെടെ ഇന്നലെ ഘടകകക്ഷികൾ അഭിപ്രായം പറയേണ്ടതില്ല എന്ന് പറഞ്ഞ് ലീഗിനെ വിമർശിക്കുന്നു. ആ ഘട്ടത്തിൽ അതിനൊന്നും ചെവി കൊടുക്കാതെ തന്നെ ലീഗിന്റെ നിലപാടിൽ ഉറച്ച് അത് ഹൈക്കമാൻഡിനെ അറിയിക്കാനുള്ളത് അറിയിച്ച് അനാവശ്യ പ്രതികരണങ്ങൾ ഒഴിവാക്കിയ ഒരു സ്റ്റാൻഡ് തന്നെയായിരുന്നു ലീഗിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അപ്പോൾ അതിനൊക്കെയുള്ള ഒരു വിലയിരുത്തൽ കൂടിയുള്ള ഒരു ദിനം കൂടിയാകും ഇന്ന് എന്നുള്ളൊരു കാത്തിരിപ്പ് തന്നെയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കൂടിയുള്ളത്. ആര്യ, ശരി. അപ്പം മുസ്ലിം ലീഗിന്റെ നിലപാട് വളരെ വ്യക്തമാണ്. അവർ പരസ്യമായി തന്നെ ജനവികാരം എന്ന് പറഞ്ഞുകൊണ്ട് പാണക്കാട് തങ്ങൾ തന്നെ വി.ഡി. സതീശന് വേണ്ടി സംസാരിക്കുന്ന നമ്മൾ കണ്ടതാണ്. ഇനിയിപ്പോൾ ലീഗിന് അറിയേണ്ടത്, നിങ്ങൾ ഹൈക്കമാൻഡിന്റെ പ്രഖ്യാപനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അവർ പണിയെടുത്തു, അവർ നയിച്ചു, അവർക്കിനി അടുത്ത ഘട്ടത്തിലേക്ക് പോകണം. അവരുടെ മന്ത്രിമാരെ തീരുമാനിക്കണം. അത് കഴിഞ്ഞ് അടുത്ത നടപടികളിലേക്ക് പോകാനുള്ള കാത്തിരിപ്പിലാണ് മുസ്ലിം ലീഗ് പ്രവർത്തകരുള്ളത്.